ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബിൻസി എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ബിൻസി. യഥാർത്ഥ പേരൊന്നുമല്ല. 25 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 9 മാസമായി. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കമ്പ്യൂട്ടർ മേഖലയിലാണ് ജോലി. മാഡം, എൻ്റെ കല്യാണത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരാഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ് ചെക്കൻ. എനിക്കാണെങ്കിൽ ആദ്യം മുതലേ അങ്ങേരെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അങ്ങേരെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പല കാരണങ്ങൾ കൊണ്ടും അത് തട്ടി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഫാദർ മരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷമാണ് അവർ കല്യാണത്തിന് നിർബന്ധിച്ചത്. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടന്നത്. ആദ്യ ദിവസം മുതലേ എനിക്ക് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. സൗന്ദര്യമുള്ള, നല്ല ബോഡിയുള്ള, വെളുത്ത് തുടുത്ത സുന്ദരനായ, ചിരിക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നണം, അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ കിട്ടിയത് എന്നേക്കാൾ കുറച്ച് നീളം കുറഞ്ഞ, ഇരുണ്ട നിറത്തിലുള്ള, പരുക്കനെന്ന് തോന്നിക്കുന്ന ഒരാൾ. അങ്ങേർ കല്യാണത്തിന് മുമ്പും എന്നോടത്ത സ്നേഹമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ക്വാർട്ടേഴ്സും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും പണവും എല്ലാം ഉണ്ട്. ആർഭാടകരമായിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ഭർത്താവിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് അപരിചിതത്വമൊന്നുമില്ല. ഭർത്താവിനോട് ആദ്യം മുതൽ എനിക്ക് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്തായിരിക്കും സംഭവിക്കുക? അങ്ങേരെ ജീവിതകാലം മുഴുവനും ഞാൻ സഹിക്കണമല്ലോ എന്നൊക്കെ ഓർത്താണ് ഞാൻ ആ വീട്ടിൽ ചെന്നത്. പക്ഷേ അന്ന് രാത്രിയിൽ പുള്ളി എന്നെ ശ്രദ്ധിക്കാതെ നിനക്ക് ക്ഷീണം കാണില്ലേ, കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിരുന്ന് ഏകദേശം 20 ദിവസത്തോളം പലയിടത്തും പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ഹണിമൂണിന് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ പിന്നെ ഇനി ജോലിക്ക് കയറാമല്ലോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹവും ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും അദ്ദേഹത്തിന് വേറെ ക്വാർട്ടേഴ്സ് അനുവദിച്ച് കിട്ടി, ഫാമിലി ക്വാർട്ടേഴ്സ്. അതിലേക്ക് ഞങ്ങൾ കുടിയേറി. മാഡം, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവും ഞാനും മാത്രമല്ലേ ഉള്ളൂ. എനിക്കതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യം എന്നോട് ഒന്നിനും നിർബന്ധിക്കാത്തൊരു സ്വഭാവമാണ്. ഇതുവരെയും ഒരു കടന്നുകയറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയാണെങ്കിലും എനിക്കത്ര വലിയ പ്രശ്നങ്ങളില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് അന്ന് രാത്രിയായി ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്നെന്തായാലും നമ്മൾ തനിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നായിരിക്കും എല്ലാത്തിനും തുടക്കമെന്ന് ഞാൻ വിചാരിച്ചു. മനസ്സുകൊണ്ട് ഞാൻ ഓക്കെ, ഇനിയിപ്പോൾ എന്ത് വന്നാലും സഹിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അങ്ങേർ വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, എനിക്ക് ആരോടും അധികം സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല, താലോലിക്കാനും അറിയില്ല, നേരെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. മാഡം, അയാൾ കാണിച്ചത് ലോകത്തിലെ ഏതെങ്കിലും പുരുഷൻ ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. ഡയറക്റ്റായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചകളിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. യാതൊരു വിധത്തിലും സ്വീകരണത്തിന് ഞാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും അതിക്രമിച്ച് കടക്കുന്ന ഒരു പോരാളിയുടെ മനസ്സായിരുന്നു അയാൾക്ക്. കടന്നു കയറി വാഴത്തോട്ടം മുഴുവനും വെട്ടി നശിപ്പിക്കുന്ന പണ്ടുള്ള ചിലരെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സ്വഭാവമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ അങ്ങേർക്ക് നല്ല കരുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു പ്രയാണമായിരുന്നു അത്. പക്ഷേ ഭർത്താവല്ലേ എന്ന് കരുതി ഞാൻ സഹിച്ചു, കണ്ണടച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ നീണ്ട 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് നേരത്തെ കാമുകന്മാരുണ്ടായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ പുള്ളി എന്നോട് പറയുക, നിൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് നിനക്ക് നേരത്തെ കാമുകന്മാരുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുവെന്ന്. അത് കേട്ട് ഞാൻ അന്ധാളിച്ചു പോയി. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, എനിക്ക് നീളം ഇത്തിരി കുറവാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഞാൻ അഗ്രഗണ്യനാണ്. എൻ്റെ അനുഭവത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും, അതിപ്പോൾ തെരുവിൽ നിൽക്കുന്ന പെണ്ണാണെങ്കിലും ആർത്തലച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ കരയുകയൊന്നും ചെയ്തില്ല, നിനക്ക് ഭാവവ്യത്യാസമുണ്ടായില്ല. അതിനർത്ഥം തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെക്കാൾ വിശാലമായ മോശമാണ് നീ എന്നല്ലേ എന്ന് പറഞ്ഞ് ഭർത്താവിനെ അപമാനിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? എന്നേക്കാൾ മോശമല്ലേ നിങ്ങൾ? ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ മാത്രം സ്നേഹിക്കാൻ തീരുമാനിച്ചൊരു സ്ത്രീയാണ്. നിങ്ങൾക്കിപ്പോൾ 100 കണക്കിന് എക്സ്പീരിയൻസുകളുണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളെങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഉണ്ടെങ്കിൽ നിനക്കെന്താടി? നീ ആ കമ്പനിയിൽ കുറേ കാലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയല്ലേ. അവിടെ ജിമ്മിൽ വരെ പോകുന്ന പല നല്ല ചെക്കന്മാരും ഉണ്ടെന്ന് എനിക്കറിയാം.
നിന്നെക്കുറിച്ച് ഞാൻ വിവാഹത്തിന് മുമ്പ് ഒന്ന് അന്വേഷിച്ചിരുന്നു. അവന്മാർക്കെല്ലാം നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റ് നല്ല കുടുംബത്തിലെ പെണ്ണുങ്ങളുണ്ടെങ്കിലും നീയായിരുന്നു അവിടുത്തെ ഒരിത് എന്ന് എനിക്കറിയാം. അങ്ങനെ ആണുങ്ങളെല്ലാം കൂടെ മാനേജ് ചെയ്ത് നീ ഇത്രയും പരുവത്തിലായി. അതുകൊണ്ട് ഒട്ടും അത്ഭുതപ്പെടാനില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനെ കല്യാണം കഴിച്ചത്? നിങ്ങളിതൊക്കെ അന്വേഷിച്ചറിഞ്ഞെങ്കിൽ വേണ്ടാന്ന് പറയരുതായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെങ്ങനാ വീട്ടുകാർ പറഞ്ഞു പോയില്ലേ, നിന്റെ ഹിസ്റ്ററി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ ഇത്രയുമുണ്ടെന്ന് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യവും ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് വിശ്രമമില്ലല്ലോ, തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയല്ലേ, എവിടെ പെണ്ണുങ്ങളുണ്ടെന്ന് വിചാരിച്ച്. ചിലപ്പോൾ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി നീര് വന്ന് വീർത്തതാകും. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ ഓഫീസിലുള്ള ഒത്തിരി ആണുങ്ങളുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടെന്ന്. എന്തായാലും ഞാൻ നോക്കുമ്പോൾ ഇത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്കിതിലൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയൊരു വട്ടപൂജ്യമാണെന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും അങ്ങ് പറഞ്ഞു കൊടുത്തു മാഡം. അതോടുകൂടി അയാൾക്ക് ഹാലിളകി. സൗന്ദര്യമില്ലാത്ത എന്നെ പല പെണ്ണുങ്ങൾക്കും വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള പണം, അതാണ് അവളുമാരുടെ ലക്ഷ്യം. അങ്ങനെ നിന്നേക്കാൾ വലിയ സുന്ദരികളെ ഞാൻ കണ്ടിട്ടുണ്ടി. നീയൊക്കെ എനിക്ക് ഒന്നുമല്ലെന്ന് പറഞ്ഞ് അയാൾ പിന്നെയും കടന്നു കയറ്റത്തിന് ശ്രമിച്ചു. ഞാൻ അയാളെ തള്ളി മാറ്റിയിട്ട് ഓടി മാഡം. ബാത്റൂമിൽ ഒളിച്ചിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റൂം തുറന്ന് ഞാൻ പുറത്തേക്ക് വന്നു. അവസാനം പ്രധാന വാതിലും തുറന്ന് ഞാൻ മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ഓടി. ആ വീട്ടിൽ ഞാൻ മുട്ടി വിളിച്ചു. അവിടുത്തെ ആൾക്കാർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഭർത്താവ് വന്ന് അവിടെ വഴക്കുണ്ടാക്കി. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അമ്മ അവരുടെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവരുടെ വീട്ടുകാർ പറഞ്ഞത് അവരുടെ മകൻ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്നാണ്. അവസാനം അമ്മ പറഞ്ഞു, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇങ്ങ് പോന്നോളാൻ. എന്തായാലും അങ്ങയുടെ ക്വാർട്ടേഴ്സിലാണ് എൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്തായാലും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടി എന്നെ സഹായിച്ചു. ആ വീട്ടിൽ വന്ന് അങ്ങേരോട് പറഞ്ഞ് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ആ രാത്രി തന്നെ ഒരു ടാക്സി വിളിച്ച് എൻ്റെ വീട്ടിൽ വന്നു. ലോകത്ത് ഒരു സ്ത്രീക്കും ഇങ്ങനെ സംഭവിച്ചു കാണില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസമായി കാണും. അപ്പോഴേക്കും ഭർത്താവ് ആദ്യമായി അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി ഓടേണ്ട ഒരു ഗതികേട് അത് ലോകത്തിൽ എനിക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അമ്മയോട് ഞാൻ അത്രയും കാലം ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഒന്നും സംസാരിച്ചിരുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ആ കല്യാണമൊക്കെ ഒഴിഞ്ഞു കിട്ടാൻ ഒത്തിരി താമസിക്കും. പിന്നെ നാട്ടുകാർ നിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഈ കാര്യത്തിൽ തെറ്റ് നിന്റെ ഭാഗത്തല്ലെങ്കിലും എല്ലാവരും നിന്നെ മാത്രമേ കുറ്റം പറയുകയുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഓടി വന്നവൾ അപ്പോൾ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഒരിക്കലും ആണിൻ്റെ പ്രശ്നങ്ങൾ ആരും പറയില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബന്ധുക്കൾ വന്ന് ഓരോരുത്തരായിട്ട് ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ടൗണിലേക്ക് മാറി. അവിടെ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തു. അയലത്തുള്ളവരുമായിട്ടൊന്നും ആർക്കും സംസർഗമില്ലാത്തൊരു സ്ഥലം. അത് ഞങ്ങൾ രണ്ടുപേർക്കും ഒത്തിരി ആശ്വാസമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3-ാം മാസമാണ് ഞങ്ങൾ ഈ വാടക വീട്ടിലേക്ക് വന്നത്. അവിടെ മനസ്സമാധാനമായി താമസിച്ചു. വിവാഹം വേർപെടുത്താൻ ഇനിയിപ്പോൾ കാത്തിരിക്കണമല്ലോ, മ്യൂച്വലായി പിരിയാമെന്നും ഞാൻ പറഞ്ഞു. അയാൾ എന്നെ വിളിച്ച് പലപ്പോഴും നീ തിരിച്ചു വരണം, ഞാൻ അന്ന് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയും. ഞാൻ പറയും നിങ്ങളുടെ സ്വഭാവം ശരിയില്ലെന്ന്. അപ്പോൾ അയാൾ പഴയ സ്വഭാവം പുറത്തെടുക്കും. എനിക്ക് മനസ്സിലായി അങ്ങേർക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇടയ്ക്ക് പക്ഷേ അമ്മ എന്നെയും കുറ്റം പറയും. ഭർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടിയൊന്നും പോകേണ്ട കാര്യമില്ല, ഒന്നുമല്ലെങ്കിലും അവൻ മിടുക്കനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് അമ്മയോടും വെറുപ്പായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ അറിയാവുന്ന സ്വന്തം ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ മകനോട് അമ്മയ്ക്ക് മനസ്സിലൊരു ചായവുണ്ട്. ഇതിനിടയ്ക്ക് ഭർത്താവ് എൻ്റെ അമ്മയെ വിളിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ട്. കാര്യം അവിടെ 2-3 പേരുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടത്രേ. അയാൾ കല്യാണത്തിന് മുമ്പ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണത്രേ. അത് പിന്നെ വീട്ടിലെ ബന്ധങ്ങളൊക്കെ ഓർത്ത് അയാൾ അങ്ങ് സഹിക്കുകയായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആകെ ഒരു ചാഞ്ചാട്ടം. അവൻ പറഞ്ഞതിലും എന്തോ കാര്യമുണ്ട്. കല്യാണത്തിന് മുമ്പ് ഈ കല്യാണം വേണ്ടെന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ എന്തെങ്കിലും കാണാതിരിക്കില്ല. അങ്ങനെ അവൻ കള്ളം പറയുമോ എന്ന്. അതുമാത്രമല്ല, ആ ദിവസം സംഭവിച്ചപ്പോൾ അങ്ങേർക്ക് അങ്ങനെ തോന്നിയത്രേ. അത് കറക്റ്റാണ്, ഒരാണിനറിയില്ലേ പെണ്ണിനെ എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അത് ശരിവെക്കുന്ന രീതിയിൽ സംസാരിച്ചു മാഡം. ഞാൻ ആകെ തകർന്നു പോയി.
അവസാനം അമ്മ പറഞ്ഞു, സൗന്ദര്യമുള്ള ആണിനെ നോക്കിയൊന്നുമല്ല നീ കല്യാണം എതിർത്തത്. സൗന്ദര്യമുള്ള 2-3 ആണുങ്ങൾ നിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ എതിർത്തത്. എനിക്കിപ്പോൾ ഉറപ്പാണ് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എടീ, ആണിൻ്റെ മുഖസൗന്ദര്യമല്ല നോക്കേണ്ടത്, അവൻ്റെ കഴിവാണ്. അവൻ ആദ്യ ദിവസം തന്നെ കഴിവ് തെളിച്ചതുകൊണ്ടാണല്ലോ നീ ഇറങ്ങി ഓടിയത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു പെണ്ണിൻ്റെ ഭാഗ്യമാണ്. അതിനെ ഭാഗ്യമായിട്ട് കരുതാതെ നീ അവനെ കുറ്റപ്പെടുത്തി അവിടുന്ന് ഇറങ്ങി ഓടി. അപ്പോൾ നീ ഇത്തിരി കേമിയാണ്. നിനക്കിതിലും ഇതിനപ്പുറവും സംഭവിക്കണം. ഞാൻ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോയി താമസിച്ചു, അതാ നിനക്ക് നല്ലത്. എന്തായാലും 1-2 കാമുകന്മാരെ അറിഞ്ഞവളല്ലേ നീ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് അവൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ? അതുകൊണ്ട് നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ അമ്മേനോട് പറയുകയാണ്. ഇത്രയും നാളിരുന്ന അമ്മ പെട്ടെന്ന് കടകം തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായി. ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ എപ്പോഴും വാക്കുതർക്കങ്ങളായി. പിന്നീടൊരു ദിവസം തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ്, അവൻ പറയുന്നതിൽ ഒത്തിരി പോയിന്റുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ആദ്യത്തെ സംഭവമാകുമ്പോൾ ഏതൊരു പെണ്ണാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ പ്രതികരിക്കും. നിനക്ക് ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. അവന് ഫീൽ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞതിൽ കാമ്പും കഴമ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേട്ടനോട് ആദ്യ തവണ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാന്ന് 100 വട്ടം പറഞ്ഞു. എങ്കിലും നമുക്ക് ഇതൊക്കെ കടന്നു പോയല്ലേ പറ്റൂ. എങ്കിലും ഞാൻ ആദ്യത്തെ 3 മാസത്തോളം എനിക്ക് ഭയങ്കര പ്രയാസമാണെന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. നീ പക്ഷേ ഒന്നും മിണ്ടിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നീ നേരത്തെ വിശാലമാക്കിയില്ലേടി എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒരു മകളെ ഒരമ്മ ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു വാചകം പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു. അതോടുകൂടി എനിക്ക് മനസ്സിലായി, അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മനോവേദന തന്നെ ഫലം. ഇനിയിപ്പം ഞാൻ തന്നെ എൻ്റെ ജീവിതം നോക്കേണ്ടി വരും. അമ്മയോട് ഞാൻ പറഞ്ഞു, തിരിച്ചു പോയിക്കോ, ഈ വാടക വീട്ടിൽ ഞാൻ തന്നെ താമസിച്ചോളാം. നമ്മുടെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, മാസം മാസം ക്യാഷ് ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയാവിടെ നീ തന്നെ താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. അപ്പം രഹസ്യ കാമുകന്മാർക്ക് ഇവിടെ വന്ന് മുങ്ങിക്കുളിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർ മുങ്ങിക്കുളിക്കുകയോ നീന്തി തുടിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങളോടുള്ള ജീവിതം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ഫാമിലി ഇല്ലാത്തവർക്ക് താമസിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ താമസിക്കാനും പറ്റില്ല. അമ്മ അങ്ങനെ പിണങ്ങി വീട്ടിലേക്ക് പോയി. ഞാനാണെങ്കിൽ ഒരു ഫ്ലാറ്റിലേക്ക് 2 പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മാറുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ 2 പെണ്ണുങ്ങൾക്കും ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. ഞാൻ അവരോട് പതുക്കെ പതുക്കെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കഥകളെല്ലാം പറഞ്ഞു. അത് കേട്ട് അവർ മൂക്കത്ത് വിരൽ വെച്ചു. എന്നാലും എൻ്റെ മോളെ, പെണ്ണുങ്ങൾക്ക് ശത്രു പെണ്ണുങ്ങൾ തന്നെ എന്ന് പറഞ്ഞ് എന്നെ സാന്ത്വനിപ്പിച്ചു. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. എടി, നിൻ്റെ ഭർത്താവ് പറഞ്ഞല്ലോ മറ്റാർക്കുമില്ലാത്ത സവിശേഷത അങ്ങേർക്കുണ്ട്. അങ്ങേരിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ തെരുവിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ പോലും അങ്ങേരുടെ അടുത്ത് വരുമ്പോഴേക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ആ ബുദ്ധിമുട്ട് നീ ഒരു പ്രയാസവുമില്ലാതെ തരണം ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ ഇപ്പോൾ വിവാദ വിഷയം. എൻ്റെ പൊന്നു ചേച്ചി, ശവത്തിൽ കുത്താതെ. എനിക്കറിയില്ല, ഭർത്താവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രതികരണവുമില്ലാതെ ഇതൊന്ന് കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് നിന്നു പോയതാണെന്ന്. അപ്പം ചേച്ചി പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കലും അത്രയ്ക്ക് മനസാന്നിധ്യം ഒരു പെണ്ണിനും ആദ്യ തവണ ഉണ്ടാകില്ല. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? ചേച്ചിയും എൻ്റെ അമ്മയെപ്പോലെ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, ഇല്ല, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രശ്നവും നിനക്കില്ല. നിനക്ക് പൂർവ്വകാമുകന്മാരുമില്ല, അനുഭവങ്ങളുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നിനക്കൊരു സവിശേഷതയുണ്ട്. എന്താ ചേച്ചി അത്? പിന്നെ നിനക്ക് ഇതേപോലെയുള്ള സിറ്റുവേഷൻസൊക്കെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. എടി, ഇപ്പോൾ നിൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരു ആളല്ല നിൻ്റെ ഭർത്താവ്. അങ്ങയുടെ നിറമോ സ്വഭാവമോ രൂപമോ ഒന്നും നിനക്ക് ഇഷ്ടമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിന് പകരം ഒരു സുന്ദര കുട്ടപ്പനാണ്, അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നത്തിൽ നിന്ന് പെയ്തിറങ്ങിയ ഒരാളാണ്. അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങേർക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അത്രയും സവിശേഷത കൂടുതലുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം എങ്ങനെയായേനി? നീ
അന്ന് ശരിക്കും ആറാടി നീന്തി തുടിക്കില്ലേ, നീ ആഹ്ലാദത്തിൽ കരഞ്ഞു പോകില്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞതിൻ്റെ പോസിറ്റിവിറ്റി എനിക്ക് മനസ്സിലായതും. ഇല്ലേടി ഇല്ലേടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ ചേച്ചി, അതിന് പകരം സിനിമ നടനെ പോലെ ഞാൻ മോഹിക്കുന്നൊരു പുരുഷനായിരുന്നെങ്കിൽ അറിയില്ല ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്. അവിടെ നീ എന്തായാലും സന്തോഷകരമായിട്ട് പ്രതികരിക്കുകയുള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയും, എൻ്റെ പൊന്നു ചേട്ടാ അടുത്ത 10 മണിക്കൂർ ചേട്ടൻ ഇവിടെ നിന്ന് കര കയറലെന്നല്ലേ നീ പറയൂ, അല്ലേടി കൊച്ചിക്കള്ളി എന്ന് ചോദിച്ച് പുള്ളിക്കായൊരു നുള്ളു തന്നു. അത് കേട്ട് മറ്റേ ചേച്ചി പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാ ചേച്ചി, ചേച്ചി പറയുന്നതിൽ ഒരു പോയിൻ്റുണ്ട്. പക്ഷേ എനിക്ക് സുന്ദരനെയൊന്നല്ലോ കിട്ടിയത്, എനിക്കിഷ്ടമുള്ള ആൾ വന്നിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, വരുമടി വരും, നീ ഞങ്ങളുടെ കൂടെയല്ലേ, നിനക്ക് നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെ തന്നെ കണി കാണാൻ കിട്ടും. അതിപ്പോൾ ചേച്ചി കല്യാണമൊക്കെ ഒഴിഞ്ഞ് ഒരു രണ്ടാം കെട്ടുകാരുടെ മാർക്കറ്റല്ലേ എനിക്കിനി ഉണ്ടാകും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എടി നീ അത് കള, നീ ഇപ്പോൾ കല്യാണത്തെ പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എന്തിനാ ഒന്നും അറിയാതെ അടുത്തൊരു വെള്ളത്തിലെടുത്ത് ചാടാനോ? മോളെ എന്ന് രാത്രി ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ഇനിയൊരു കല്യാണം ഉടനെ കഴിക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കരുതോ? എന്താ ചേച്ചി പറഞ്ഞത്? എടി നിൻ്റെ അമ്മയും നിൻ്റെ പഴയ ഭർത്താവൊക്കെ പറഞ്ഞത് എന്താണ്? നിൻ്റെ ഓഫീസിൽ നല്ല സുന്ദരന്മാരുണ്ട്, അവരുമായിട്ട് നിനക്ക് നല്ല ബന്ധങ്ങളും ഉണ്ടായിരുന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് ശ്രമിച്ചാൽ എന്താ നഷ്ടം? എന്താ ചേച്ചി പറയുന്നത്? എടി നീ പേടിക്കേണ്ട കാര്യമില്ല, അവിടെ അത്രയും സുന്ദരന്മാരുണ്ടെങ്കിൽ നീ എന്തിനാ മോളെ വെറുതെ കഷ്ടപ്പെടുന്നത്? ഇനിയിപ്പം കല്യാണം കഴിഞ്ഞെന്നുള്ള രീതിയിൽ നീ അങ്ങ് ചിരിച്ചു കൊഞ്ചി പെരുമാറുക. നേരത്തെ കല്യാണം കഴിക്കാത്തൊരു പെണ്ണായിരുന്നു നീ, ഇപ്പോൾ കല്യാണം കഴിച്ചു, നിന്റെ ജീവിതത്തിൽ നടന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. നീ ഇനിയിപ്പം ചിരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ പല ആൾക്കാരും നിന്നോട് താല്പര്യം കാണിക്കും. വിവാഹിതയായ പെണ്ണാകുമ്പോഴേക്കും കുറച്ച് ലൈസൻസ് ഉണ്ടല്ലോ, അത് നീ മുതലെടുക്കുക. എന്നിട്ട് കുറച്ച് നാൾ നീ എൻജോയ് ചെയ്യൂ. എന്തായാലും ആദ്യ അനുഭവം ഇറങ്ങി ഓടേണ്ട രീതിയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിൻ്റെ സങ്കല്പത്തിലുള്ള നീ ഇറങ്ങി ഓടാതെ അവിടെ തന്നെ നിൽക്കുന്ന കുറേ അനുഭവങ്ങൾ നിനക്ക് വേണ്ടേ മോളെ? അതുകൊണ്ട് നീ ഓഫീസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ, അതായിരിക്കും നിനക്ക് നല്ലത്. അറിയാവുന്ന ആളുകളല്ലേ, ഒരു പ്രൊട്ടക്ഷനും കാണും. കല്യാണമൊക്കെ പിന്നീട് എല്ലാം ഒന്നടങ്ങിയിട്ട് ഇപ്പം മോളെ അടങ്ങാതെ മോള് ഇരിക്കുന്ന കാര്യത്തിൽ ഒരടക്കമുണ്ടാക്കൂ എന്ന് പറഞ്ഞു. ഞാനത് ചിരിച്ച് തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. ഇതിനിടയ്ക്ക് അമ്മ എന്നെ വിളിക്കും, പല കാര്യങ്ങളും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ കാശ് അയച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ചില സാധനങ്ങൾ ടൗണിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. എങ്കിലും ഞാൻ ആ വീട്ടിൽ അന്തി ഉറങ്ങില്ല. പോയിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും അമ്മ എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ കൊണ്ടുപോയ സാധനം കൊടുത്തിട്ട് ഇങ്ങി പോരുകയും ചെയ്യും. ചിലപ്പോൾ ആഹാരം പോലും കഴിക്കില്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞിരുന്നു ഒരു മിക്സി വാങ്ങണമെന്ന്. ഞാൻ മിക്സി വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് വരണ്ട, നീ നാളെ വന്നാൽ മതിയെന്ന്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഓ ഇന്ന് വരണ്ട, ഇന്ന് ഞാൻ ഒരിടത്ത് പോവാമെന്ന് പറഞ്ഞു. ഓക്കെ നാളെ വരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നെ ഓർത്തു, എൻ്റെ കയ്യിൽ സ്പെയർ താക്കോലില്ലേ, കൊണ്ടുപോയി അവിടെ മേശയിൽ വെച്ചിട്ടിങ്ങി പോന്നാൽ പോരെ. നാളെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ജോലി കൂടുതലുണ്ട്, ഇന്ന് പോയേക്കാം, എന്തായാലും അമ്മയോട് പറയണ്ട എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയി. മാഡം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നേരിട്ട് കാണുന്നില്ലല്ലോ, വഴക്കും ഒഴിവായി കിട്ടും എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ആരുമുള്ള ലക്ഷണമില്ല. ഞാൻ താക്കോലിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറി. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുറിക്കുള്ളിൽ നിന്ന് എന്തൊക്കെയോ തട്ടുമുട്ട് കേൾക്കുന്നു. ഞാൻ പേടിച്ചു പോയി. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അമ്മയുടെ സ്വരം മനസ്സിലായി. എൻ്റെ മോള് ആ ഡാഷ് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പറയുകയാണ്. അവൾ പോയെങ്കിൽ പോകട്ടെ, എനിക്ക് നീ തന്നെ അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതലുള്ള അത്യാവശ്യം നീ തന്നെയാണ് എനിക്ക് കാത്തിരുന്നത്. ഇത്രയും നാൾ ഞാൻ മിസ് ചെയ്തല്ലോ. ഒരു കണക്കിന് നോക്കുമ്പോൾ എൻ്റെ മോളോട് നന്ദി പറയുകയും വേണം. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു അതെന്താണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ ഭർത്താവാണെന്ന്. അത് പിന്നെ നിൻ്റെ സവിശേഷത അവളല്ലേ പറഞ്ഞത്. അവൾക്ക് അത് ഇറങ്ങി ഓടാനുള്ള ഒരു മാർഗം, എനിക്കാണെങ്കിൽ
കാത്തിരുന്ന് കിട്ടിയ അത്ഭുത വിളക്കല്ലേ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭാഷണം കേട്ടപ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ കഥകിൽ ആഞ്ഞുമുട്ടി. രണ്ടുപേരെയും കൈയോടെ പിടികൂടി. അമ്മ എപ്പോൾ പറഞ്ഞു, നിനക്ക് വേണ്ടാത്ത കാര്യം പിന്നെ നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ആകും, നീ നിന്റെ പാട്ടിന് പോകൂ. 1 വർഷം കഴിയുമ്പോഴേക്കും നിനക്ക് മ്യൂച്വൽ ഡൈവേഴ്സ് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആരോ അവനാരോ, അവൻ സ്വതന്ത്രനാണ്, ഇനി അവൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞ് അമ്മ അക്ഷരാർത്ഥത്തിൽ അവിടെ തന്നെ ഇറക്കി വിടുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ നാളിത് വരെ അമ്മയുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല. പണം അയച്ചു കൊടുക്കും, അമ്മ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാറുമില്ല. പക്ഷേ എനിക്ക് വാശിയായിരുന്നു മാഡം. അമ്മയുടെയും എൻ്റെ ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ ഒത്തിരി നൊമ്പരപ്പെടുത്തി. അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. വെറുതെ ഞാനെന്തിന് ജീവിതത്തിൽ പിന്മാറി നിൽക്കണം? അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥകളൊന്നും അറിയാതെ ഞാൻ സന്തുഷ്ടമായ വിവാഹ ജീവിതം നയിക്കുകയാണെന്ന് വിചാരിക്കുന്ന എൻ്റെ അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ കുറച്ചുകൂടി മയത്തിലൊന്ന് ഇടപെടാൻ തുടങ്ങിയത്. നേരത്തെ ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്കെല്ലാം എന്നോടൊരു ക്രഷ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എത്ര സൗന്ദര്യമുള്ള ആളുകളാണെന്നറിയാമോ? അവരെയെല്ലാം ഞാൻ മിസ് ചെയ്തല്ലോ എന്നോർത്തു. ആരെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു. 3-4 പേരോട് എനിക്ക് ഭയങ്കര അടുപ്പമുണ്ടായി. ആ അടുപ്പം ചേച്ചിമാർ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലേക്കും എത്തിച്ചേർന്നു. 1, 2, 3, 4 ഇപ്പോൾ 4 ആണുങ്ങളുടെ ചുറ്റിൽപ്പെട്ട് ശലഭമായി ഞാൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. 4 പേർക്കും 4 പ്രത്യേകതകളാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇനിയൊരു കല്യാണം കഴിച്ച് എൻ്റെ ലൈഫ് വേസ്റ്റാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ നല്ല ട്വിസ്റ്റുകളുണ്ടായി. അവസാനം എനിക്കത് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാക്കി തന്നത്. മാഡം ചിലപ്പോൾ പറയുമായിരിക്കും, ഇത്രയും ചെറിയ എക്സ്പീരിയൻസ് കൊണ്ട് ഒരിക്കലും ജീവിതം നോക്കിക്കാണരുതെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, ഇതാണ് എൻ്റെ ബെറ്റർ. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ മാഡം? മാഡത്തിന് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ന്യായം എന്നൊക്കെ പറഞ്ഞത് ഓരോരുത്തരുടെ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അല്ലാതെ നമുക്കിപ്പം ഇതൊന്നും അളന്നു തൂക്കി ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റുകയില്ല. ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്. ഈ അവസാനം വരെ ന്യായമുണ്ടായിരുന്നു. അമ്മയും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഭർത്താവുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയതിലും നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് ഭയങ്കരമായി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതിന് പ്രതികാരമായിട്ട് നിങ്ങൾ നല്ലൊരാളെ, നിങ്ങളുടെ സങ്കല്പത്തിൽപ്പെട്ട ഒരാളെ കണ്ടെത്തി ജീവിക്കുക എന്ന വഴി തിരഞ്ഞെടുക്കാതെ നിങ്ങൾ ഇങ്ങനെ പല പൂന്തോട്ടങ്ങളിൽ പോകുന്ന ഒരു പ്രവണത, അതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ന്യായവുമില്ല. അപ്പോൾ അതല്ല വഴി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ജീവിക്കാമായിരുന്നല്ലോ. അതിന് ശ്രമിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയണം. പറഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ ഈ ലോകത്തിലുണ്ടല്ലോ. കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? 2ാം ഘട്ടമാണെങ്കിലും. അപ്പോൾ അതിന് ശ്രമിക്കാതെ നിങ്ങൾ അവരെക്കാൾ, അതായത് നിങ്ങളുടെ അമ്മ ചിന്തിച്ചതിനേക്കാൾ മോശമാകാൻ അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞതിനേക്കാൾ മോശമാകാൻ ട്രൈ ചെയ്തത് ശരിയായില്ല. അവിടെ തിരുത്തലുകൾ ആവശ്യമാണ്. നല്ലൊരു ജീവിതം ഇനിയും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഈ വഴിയിൽ ഇറങ്ങിപ്പോയി അധികം പൂ പറിക്കരുത് കേട്ടോ.